തന്നേനാ തന തന്നന തന്നന തന്നേനാ തന്നന തന്നേനാ തന തന്നന തന്നന തന്നേനാ. പൊന്നാരന്റെ സുലൈക്ക ആ കുന്നേക്കാട്ട സുജാത ഒരു മാല വാങ്ങിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇജ്ജെന്തിനാ അങ്ങനെ കിടന്ന് പ്രളപ്പെടുന്നു? നിങ്ങൾക്കറിയോ ആ പൗസ്യാന്റെ കല്യാണത്തിന്റെ നമ്മളിന്റെ കണ്ടമാനം കളിയാക്കിയിരിക്കും. എനിക്ക് ഒറ്റ മാലന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ? ആൾക്കാരെ മുന്നിൽ ഓരോരോ ചോദ്യങ്ങള്. അന്നെയൊക്കെ കാണുമ്പോ എന്തെങ്കിലും പറയണ്ടേ, അതുകൊണ്ട് ചോദിച്ചതാവും. ആ അതെ, ഓളിനോട് മനഃപൂർവ്വം ചോദിച്ചു തന്നെയാണ്, അതൊക്കെ എനിക്കറിയാം. എനിക്കിപ്പൊ കുറി അടിച്ചത് നന്നായി. അതാ വീട്ടിലുള്ള പഴയ 1.5 പവന്റെ ചെയിനും ആ പൈസയും കൂടി ഞാൻ എന്തായാലും 3 പവന്റെ മാല വാങ്ങും. ഞാൻ വാങ്ങും. നിങ്ങളെ അക്കൗണ്ടിൽ നിന്ന് 1,00,000 ഉറുപ്പിക ഞാൻ എടുക്കും. എന്താ പച്ചി, ഒരു പെൺകുട്ടിനെ കൊടുത്താക്കാനുള്ള പേരല്ലത്. പടച്ചോനെ മറന്ന് ജീവിക്കല്ല സുലൈക്ക. അതൊക്കെ അതിന്റെ സമയത്ത് നടന്നോളൂ. ഞാൻ പോകും. ഏതായാലും ഇജ്ജ് പറഞ്ഞ കേൾക്കൂല. വാങ്ങുകയാണെങ്കിലേ ആ രാജധാനി ജ്വല്ലറി പോയി വാങ്ങി. ആ എന്തെങ്കിലും കണ്ട് ചെയ്തോട്. സുലൈഖ, സുലൈഖ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഈ വഴിക്കൊക്കെ കാണാറില്ലല്ലോ. സുഖം തന്നെയല്ലേ? ചേട്ടാ സുഖാണ്. അല്ല സുലൈഖ, പണ്ടൊക്കെ അരപ്പണിക്കൊക്കെ 1 പണിക്കൊക്കെ വാങ്ങാനും വിളക്കിക്കാനൊക്കെ ഈ വഴിക്ക് വന്നിരുന്നു. ഇപ്പൊ നമ്മളെയും നമ്മളെ കടയിലൊക്കെ പറഞ്ഞു. ചേട്ടാ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ കടയിൽക്കൊക്കെ ആരാ സ്വർണം വാങ്ങാനും വിൽക്കാനൊക്കെ വരിക? ഇപ്പൊ തിരൂരെ മുക്കില് വലിയ വലിയ ജ്വല്ലറികളാ. 1 പണിത്തൂക്കം 2 പണിത്തൂക്കം ഒക്കെ എപ്പ മണ്ടി ചെന്നു. അല്ല ഇപ്പൊ എവിടെ ധൃതി പിടിച്ച് പോണത്? ഞാനേ 3 പവന്റെ സ്വർണ്ണ ചെയിൻ വാങ്ങാൻ പോവാണ്. ആ മോനേട്ടാ, എന്താപ്പോ ആളെന്നല്ല, പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കടയിൽ വന്നിരുന്ന അവർക്കൊക്കെ നമ്മളെ പറ്റുകൊണ്ടേ, അവർക്കൊക്കെ വലിയ വലിയ ജ്വല്ലറിയിലേ പറ്റുള്ളൂ. അവരൊക്കെ ഇങ്ങോട്ട് തന്നെ വരും മോനേട്ടാ. അതേപോലെ അതാണ് വൃത്തിണ്ട്. എത്ര പവനാണ് ഉദ്ദേശിക്കുന്നത്? 3-3.5 പവന്റെ ചെയിൻ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതൊക്കെ എത്ര പവൻ വരും? ഇതൊരു 3.5 പവൻ വരുന്നതാണ്. ഇത് നോക്കാം അല്ലേ? ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, ഇത് പാക്ക് ചെയ്ത് കൊടുക്കട്ടോ. വേണ്ട, പാക്ക് ചെയ്യണ്ട, അത് ഞാൻ ഇട്ടിട്ട് പോകും. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. എന്തേ എടി ഒരു മിനിറ്റാ, ഞാൻ ഒന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് എങ്ങനെ പോവാ? പുഴന്റെ വക്കത്ത് കൂടി പോയിട്ടേ പാലം കയറി പോയാ മതി. ഈ കൂടിയല്ലേ? അർച്ചോനെ, ഞാൻ എങ്ങനെ എന്റെ
പെരേക്ക് പോവുക. ബഷറാക്കാണ്ട് ഞാൻ എന്താ നീ പറയുക? കുറച്ചോനെ എനിക്കത് പെരയിൽ ഞാൻ കൊണ്ട് കാണിച്ചു കൊടുത്തിട്ടും കൂടിയാണ്. ഞാൻ വാങ്ങി വരുന്ന വഴിയിലാണല്ലോ മോളെ. ഞാൻ തന്നെ തിരൂരാണെങ്കിൽ മാല ഒരാൾ പൊട്ടിച്ചു കൊണ്ടേടി. ഞാനിതൊക്കെ കിടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നു. എന്റെ ഉപ്പാനോട് ഞാൻ എന്താ പറയാ? ഞാൻ എങ്ങനെയാണ് ഞാൻ കൂടി എനിക്ക് വരുന്നത്? ഞാൻ ഈ കേട്ടത് നേരാണ് സുലേഖ. അങ്ങനെ ജീവൻ കിട്ടിയാനെ വലിയ ഭാഗ്യം വിചാരിച്ചിട്ട്. വില കൂടുന്നിടത്തോളം പിടിച്ചു വരുക്കാൻ എണ്ണം കൂടുന്ന കാലാണിത്. ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലേ? നിങ്ങളെ പെണ്ണുങ്ങളെ സ്ഥിരം സ്വഭാവം അത്. കൊറേ സ്വർണം വാരി വലിച്ചിട്ടിട്ട് നാട്ടുകാരെ മുഴുവൻ കാണിച്ചാക്കെ. ഇപ്പൊ എന്തായി അനുഭവിച്ചൂട്. ഞാൻ നയിച്ചുണ്ടാക്കിയ 1.5 പവന്റെ ചെയിനും 1 ലക്ഷം ഉറുപ്പ്യാണ് പോയി കിട്ടി. അതാണ് ഇപ്പൊ ഇതിൽ ഉണ്ടായത്. ചേട്ടാ ഒന്ന് വിളക്ക് കാട്ടിക്കാണി. സംഗതികളൊക്കെ ഞാൻ അറിഞ്ഞു സുലൈക്ക. ഇന്നത്തെ പിടിച്ചുപറിയിൽ പൊട്ടിപ്പോയതായിരിക്കില്ലേ? അന്ന് മേടിച്ച മാലയാണ് പോയത്. സുലൈക്ക കുറച്ചേരം ഇരിക്കും, ഞാൻ ഇപ്പൊ ശരിയായി തരാം. മോനേട്ടാ, മോതിരം ഉണ്ടാക്കാൻ തന്നെ റെഡിയായോ? എന്നിട്ട് എടുത്തോളി. സുലൈക്ക കാരണം റെഡി ആയിട്ടാ. ഇനിയെങ്കിലും അവനാന്റെ മുതലൊന്ന് സൂക്ഷിക്കട്ടാ. മോനേട്ടാ, ഞാൻ ഗൂഗിൾ പേ തരാം പൈസ. ഇതിനകത്താ ഇതല്ലേ? എനിക്കിപ്പൊ പരമസുഖല്ലേ. തന്നന്ന തന്നേന തന തന്നന തന്നന തന്നേന തന്നന്ന തന്നേന തന തന്നന തന്നന തന്നേന